പലരും ആഘോഷിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. 86 വയസ്സുള്ള വാപ്പയും 82 വയസ്സുള്ള ഉമ്മയും മക്കളെ പേടിച്ചൊളിച്ചോടിയ കഥ. കാരണം അന്വേഷിച്ചെന്ന പത്രക്കാർക്ക് മനസ്സിലായത് അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വാപ്പയെയും ഉമ്മയെയും മക്കൾ വേർപിരിക്കാൻ തീരുമാനിച്ചു. മൂത്തവൻ വാപ്പയെ നോക്കിക്കൊള്ളാമെന്ന് വാശി, ഇളയവൻ ഉമ്മയെ നോക്കിക്കൊള്ളാമെന്ന വാശി. അവസാനം ഒരു വീട്ടിൽ നിന്നും 2 പേരെയും മക്കൾ പറിച്ചു മാറ്റിയപ്പം ഒരു രാത്രി നേരം പുലരുന്നതിന്റെ മുൻപ് ആ വാപ്പാക്കും ഉമ്മാക്കും ജീവിക്കാൻ പറ്റാതായി. മക്കളറിയാതെ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും ആ ഭാര്യയെ തെരഞ്ഞുപിടിച്ച് കൈപിടിച്ച് ആ വാപ്പ നാടുവിടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മനുഷ്യരെ പ്രണയം, അതാണ് സ്നേഹം. ആ സ്നേഹമായി ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്. നാളെ മരിച്ചു കിടക്കുമ്പം ഭർത്താവിന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച് അയാൾ എന്റെ ഒരു ഭാഗ്യമായിരുന്നു റബ്ബേ എന്ന് പറയുന്ന ഒരു ഭാര്യയാവാൻ, ഒരു ഭർത്താവാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച നാളത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം. അതിന് ഒരു നല്ല ഭർത്താവാകണം. നല്ലൊരു ഭർത്താവായാൽ